ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാർട്ട് എ വീഡിയോ കഴിഞ്ഞിട്ട് പാർട്ട് 2 വീഡിയോയില് ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിൽ നമ്മളുടെ ഈ ഒരു ടേബിൾ വരക്കാൻ പഠിച്ചു, നമുക്ക് ഒന്നൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ അകത്തുള്ളത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഇത് വരക്കാനല്ല, ഇത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെ പ്രോബബിലിറ്റി എല്ലാത്തിനും കണ്ടു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എ, ഓൾ ബോൾസ് ആർ റെഡ്. എല്ലാ ബോളും റെഡ് ആവാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ, അപ്പൊ എല്ലാ ബോളും റെഡ് ആവാന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, 4 പ്രാവശ്യമാണ് ബോൾ എടുക്കുന്നത്. ഓക്കെ, 4 ബോളുകളാണ് എടുക്കുന്നത്, 4 പ്രാവശ്യമല്ല, 4 ബോളുകളാണ് ഒരു ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ 4 ബോളും റെഡ് ആവുകയും 0 ഗ്രീൻ ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.129 ആണ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, പ്രോബബിലിറ്റി ഓഫ് ഓൾ ബോൾസ് ആർ റെഡ് ഈക്വൽ ടു 0.129. അങ്ങനെ എടുത്തെഴുതി, ഈ ഒരു എമൗണ്ട് എടുത്തെഴുതി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അതാണ് അതിന്റെ ഉത്തരം. ഇതിന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ഗ്രീൻ. എല്ലാം ഗ്രീൻ ആവാനുള്ള സാധ്യത. അപ്പൊ ഇത് വെച്ച് നോക്കിയാൽ മതി. റെഡ് ഒന്നും പാടില്ല, ഗ്രീന് 4ഉം. അപ്പൊ ഇതാണ് ഈ ഒരു കോളത്തിൽ, ഇതാണ് അതിനുള്ള പ്രോബബിലിറ്റി സാധ്യത. ഫുള്ളും ഗ്രീൻ ആവാനുള്ള സാധ്യത ലാസ്റ്റത്താണ് 0.025. അത് നമ്മൾ ഇങ്ങോട്ട് രണ്ടാമത്തെ ഇവിടെ കണ്ടുകൊണ്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഓൾ ബോൾസ് ആർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് 0.025. അടുത്ത ക്വസ്റ്റ്യന്, 1 റെഡ് ആൻഡ് 3 ഗ്രീന്. നമ്മൾ 4 ബോൾ എടുക്കുന്ന സമയത്ത് 1 റെഡും ആവണം, 3 ഗ്രീനും ആവണം. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോ 1 റെഡ് പറയുമ്പോ ഇതാ 1 റെഡും അതിന്റെ 3, ബാക്കി 4 എടുക്കുന്നത്. അപ്പോൾ 1 റെഡ് ബാക്കി 3 ഗ്രീനും, ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.15 ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് 1 റെഡ് ആൻഡ് 3 ഗ്രീൻ ഈക്വൽ ടു 0.15. ഓക്കെ, പിന്നെ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ബോൾസ് ഈച്ച് ഫ്രം ബോത്ത് കളേഴ്സ്. ബോള് രണ്ടിൽ നിന്നും ഒരേപോലെ കളർ വരാനുള്ള സാധ്യത. അതായത് 4 ബോൾ എടുക്കുമ്പോൾ 2 ഗ്രീനും 2 റെഡും ആവാനുള്ള സാധ്യത. അപ്പൊ ഇതിനകത്ത് നോക്കി അവിടെ കാണാം 2 റെഡും ഉണ്ട്, 2 ഗ്രീനും, 2 ഈക്വൽ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ 0.34. അപ്പൊ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് 2 ബോൾ കളേഴ്സ് ഈച്ച്, രണ്ടിലും വരാനുള്ള സാധ്യത. അപ്പോ 0.34. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഈ റൗണ്ട് വരച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്യുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. 7 കോയിൻസ് ആർ ടോസ്ഡ്. 7 കോയിൻസ് എന്ത് ചെയ്യാണ്, ടോസ് ചെയ്യാണ്. കോയിൻസ് 1200 ടൈംസ്, 1200 തവണ ടോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി എന്തായിരിക്കും, 1200 തവണ. ഈ 1200 ആയിരിക്കും ഇവിടെ കണ്ടില്ലേ, നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി ഇൻറ്റു 1200. നമ്മൾ സാധാരണ ഇതുവരെ ചെയ്ത പ്രോബ്ലം ഒക്കെ 1 തവണയായിരുന്നു ചെയ്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് 1 ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു ഈ കോളം. ഓക്കെ, ഇപ്പൊ ഇവിടെ 1200 തവണ കോയിൻസ് 7 കോയിൻസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 1200 ഇൻറ്റു പ്രോബബിലിറ്റി അങ്ങനെ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇനി ഇത്രേ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളൂ. അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് വേണം, 7 എന്ന് പറയുന്നത് n ആണ്. അപ്പൊ n കിട്ടി. ഇനി പിയും വേണം, ക്യൂവും വേണം. ഓക്കെ, ഫ്രീക്വൻസി എത്ര ഉണ്ട്, ഫ്രീക്വൻസി 1200, അത് അറിയാം. അപ്പൊ ഈ ഫ്രീക്വൻസിന്റെ കോളത്തിൽ 1200 ഇൻറ്റു ഈ കിട്ടുന്ന പ്രോബബിലിറ്റി ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ പി എന്ന് പറയുന്നത്, ഒരു കോയിന് 2 വശങ്ങളാണുള്ളത്, ഹെഡും ടൈലും. ഓക്കെ, അപ്പോ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടൈലും 1/2 ആണ്. 2ൽ ഒരു ഭാഗം ഹെഡ് ആയിരിക്കും, മറ്റൊരു ഭാഗം ടൈലും ആയിരിക്കും. അപ്പോ പി എന്ന് പറയുന്നത് 1/2ഉം ക്യൂ എന്ന് പറയുന്നതും 1/2 ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. നമുക്കറിയാം ഇവിടെ ഒരു എമൗണ്ട് വരും. ഇവിടെ ഇതെങ്ങനെ വരുന്നത്, n+1 അല്ലായിരുന്നോ, അതന്നെ 7 + 1 8 വന്നു.
കറക്റ്റ് അല്ലേ? അങ്ങനെ 8 നമുക്ക് വരക്കേണ്ടി വരും. അപ്പോൾ 1 2 3 4 5 6 7 8 കോളങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹെഡും ടൈലാണുള്ളത്, അതുകൊണ്ട് ഹെഡ് ടൈൽ എഴുതുന്നു. പിന്നെ ഇത് നമുക്കറിയാവുന്നതാണ് എന്ത്, NCR. N എന്ന് പറയുന്നത് 7 അപ്പോൾ എല്ലാത്തിൻ്റെ അവിടെ Nന്റെ അവിടെ 7 വന്നിട്ടുണ്ട്. പിന്നെ ഈ അടിയുള്ള സംഖ്യ ഇതേ സെയിം സംഖ്യ ആയിരിക്കും, 7 6 5. ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. പിന്നെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1200 ടൈംസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് പ്രോബബിലിറ്റി വരെ നിർത്താതെ ഈ 1 കിട്ടിക്കഴിയും. അത് കഴിഞ്ഞ പ്രോബബിലിറ്റി ഇവിടെ നിർത്തി നമ്മൾ, കാരണം ഒരു പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. ഇവിടെ 1200 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് ഈ എല്ലാത്തിൻ്റെ കൂടി 1200 ഇൻറ്റു ചെയ്തിട്ട് വേണം എഴുതാൻ. എന്നിട്ട് അതിൻ്റെ ടോട്ടലും ചെയ്യാം. ഇത്ര ഇതിനകത്ത് ചെയ്യാനുള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്, 4th ക്വസ്റ്റ്യൻ ആണിത്. ദ ഫോളോയിങ് ഈസ് ദ സമ്മറി ഓഫ് പെർഫോമൻസ് ഓഫ് 260 candidates who appear for a screening test in which 8 questions of yes or no options were asked. You are required to fit a binomial distribution and find a expected frequencies. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ളതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് P അറിയണം, Q അറിയണം, N അറിയണം, ഇനി ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതും അറിയണം. ഫ്രീക്വൻസി ഇതാ 260 ഉണ്ട്, 260 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ 260 ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആ പ്രോബബിലിറ്റി കിട്ടിയിട്ട് അതിക്ക് ഇൻറ്റു ചെയ്താൽ മതി, എല്ലാ പ്രോബബിലിറ്റിയോട് കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ N എന്ന് പറയുന്നത് 8 ക്വസ്റ്റ്യൻസ്. അപ്പോൾ N എന്ന് പറയുന്നത് 8 കൊടുക്കാം. പക്ഷെ Pയും Qവും പറയുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, Pയും Qവും കണ്ടതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ മീൻ കാണാനുള്ള ഇക്വേഷൻ, മീൻ ഈസ് ഈക്വൽ ടു N into P. Okay, standard deviation equal to root of NPQ. Variation is equal to variance is equal to NPQ. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ 3 ഇക്വേഷൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു P കാണണമെങ്കിൽ മീനും N അറിയാം 8 ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെടുത്ത് നോക്കാം. മീൻ ഈക്വൽ ടു N ഇൻറ്റു P. അതിൽ N 8 അറിയാം, ഈ ക്വസ്റ്റ്യനിൽ 8 N. P അറിയില്ല, മീൻ അറിയോ? മീനും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ P കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മീൻ കാണാനുള്ള വേറെ ഒരു ഇക്വേഷൻ ഉണ്ടോ നോക്കാം. മീൻ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, അതാണ് സിഗ്മ FX ഡിവൈഡ് ബൈ സിഗ്മ F. ഫ്രീക്വൻസിന്റെ കേസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ, സാധാ കേസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ X ഡിവൈഡ് ബൈ N ആണ്. സിഗ്മ X ഡിവൈഡ് ബൈ N, ഇതാണ് മീൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിഗ്മ FX ഡിവൈഡ് ബൈ സിഗ്മ F ഫ്രീക്വൻസിന്റെ കേസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീൻ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കറന്റ് ആൻസേഴ്സ് ആണ് 1 2 3 8 വരെ ഉണ്ട്. പിന്നെ അതിന്റെ നമ്പർ ഓഫ് ഏതെല്ലാം കാൻഡിഡേറ്റ്സ് ആണെന്ന് അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീന് കാണാം. ഓക്കെ, ഇതിന്റെ ഫ്രീക്വൻസി ഇത് അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതും ഇൻറ്റു ചെയ്താണ് എഴുതിയാൽ മതി. 6 ഇൻറ്റു 0 ഇൻറ്റു 6 0. ഓക്കെ, 1 ഇൻറ്റു 7 7. അപ്പോൾ 2 ഇൻറ്റു 29 58. അങ്ങനെ ഇത് രണ്ടും ഇൻറ്റു ചെയ്തിട്ട് അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1039 ഈ ഒരു എമൗണ്ട് കിട്ടും. ഇത് മൊത്തം ആഡ് ചെയ്താൽ, അതായത് FX ആണിത്. ഇത് എക്സും ഇത് എഫും ഇത് FX ഉം, അത് രണ്ടും ഇൻറ്റു ചെയ്ത് FX ഉം.
അപ്പൊ FX എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? സിഗ്മ FX എന്ന് പറയുന്നത് 1039 ഡിവൈഡഡ് ബൈ സിഗ്മ F. ഈ എഫിന്റെ സിഗ്മ ടോട്ടൽ ഇതാ 260. ഇത് നമ്മൾ കാണേണ്ട ഇവിടുന്ന് മുതൽ സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത്ര വരെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് മുതൽ നമ്മൾ ഈ ഒരു ഇതേപോലെ എഴുതിയെടുത്തിട്ട് ഈ ടേബിള് ഇതേപോലെ എഴുതിയിട്ട് അത് ഫസ്റ്റ് ഇതിന് എക്സ് ഒന്നും പിന്നെ എഫ് ഒന്നും കൊടുക്കുക, പിന്നെ അത് 2 ഇൻറ്റു ഇതിന് FX ഒന്നും കൊടുക്കുക. ഈ എഫിന്റെ ടോട്ടലിനെ സിഗ്മ എഫ് ഒന്നും FXന്റെ ടോട്ടലിനെ സിഗ്മ FX എന്ന് പറയും. അപ്പൊ സിഗ്മ FX പറഞ്ഞാല് 1039 ആണ് ഡിവൈഡഡ് ബൈ 260 സിഗ്മ എഫ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മീൻ കിട്ടും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആണ് 3996, അതായത് 4. ഓക്കെ, അപ്പൊ മീൻ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പൊ മീൻ ഈക്വൽ ടു n ഇൻറ്റു പി. മീനിന്റെ അവിടെ 4 കൊടുക്കാം. ഈക്വൽ ടു എന്നിന്റെ അവിടെ 8 അറിയാം, പി. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ പി ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എത്ര വരും? സോറി, അപ്പോൾ P is equal to 4 divided by 8. അപ്പോൾ എത്ര വരും? 1/2 വരും. അപ്പോൾ P എന്ന് പറയുന്നത് 1/2 ആണ്. 2ൽ 1 ഭാഗമാണ് P. ഓക്കെ, അപ്പോൾ 1/2 ആണ് P. അതിന് വേണ്ടിയാണ് ഈ ഒരു കോളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ P കാണാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ Q എന്തായിരിക്കും? 1/2 ആയിരിക്കും. 2ൽ 1 ഭാഗം P ആണെങ്കിൽ മറ്റേ ഭാഗം 2ൽ മറ്റേ 1 ഭാഗം എന്തായിരിക്കും? Q ആയിരിക്കും. അപ്പൊ നമുക്ക് P കിട്ടി, Q കിട്ടി, N കിട്ടി, F കിട്ടി. ഇത് 4 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ വരക്കണം. ടേബിൾ വരക്കാൻ നമുക്ക് അറിയാം എങ്ങനെയാണ്? n+1. അപ്പോ n പറയുന്നത് 8 ആണ്. 8 + 1 9. ഓക്കെ, അപ്പൊ 9 കോളംസ് വേണ്ടി വരും. 1 2 3 4 5 6 7 8 9 9 കോളംസ് ഉണ്ട്. ഓക്കെ, പിന്നെ 8 ഫസ്റ്റത്തെ P എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോ 8 ഇവിടെ തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് 0 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഫസ്റ്റ് 8 ആണെങ്കിൽ ഇവിടെ 0 വരും, പിന്നെ ഇവിടെ 6 വരും, അങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഇപ്പോ തിരിച്ചാണ് കൊടുത്തത്. എങ്ങനെ കൊടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് വരും. 0 വരുമ്പോൾ ഇവിടെ 8 വരുള്ളൂ, ഇവിടെ 1 വരുമ്പോൾ ഇവിടെ 7 വരും, 2 വരുമ്പോൾ 6 വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇവിടെ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ് ഓരോ ക്വസ്റ്റിന് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ചെയ്യാൻ നമുക്കറിയാം. ലാസ്റ്റ് ഇവിടെ 1 കിട്ടും. 260 പ്രാവശ്യം അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് 260 ഈ പ്രോബബിലിറ്റി ആയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ടുകൾ കിട്ടും. ഓക്കെ, അതിന്റെ ടോട്ടല് 260 കിട്ടും. ഇവിടെയും തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിലും ഈ 120 ഇൻറ്റു ചെയ്ത് കണ്ട് ഇത് ചെയ്തപ്പോഴും ഇതിവിടെയും ടോട്ടൽ കിട്ടിയത് 120 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി ചെയ്ത് കഴിയുമ്പോൾ എത്ര കൊണ്ടാണോ ഈ എമൗണ്ടുകളൊക്കെ ഇൻറ്റു ചെയ്യണോ ആ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. ഇനി ഈ 5ാമത്തെ പ്രോബ്ലം അതുപോലെ തന്നെ 6ാമത്തെ പ്രോബ്ലം ഹോംവർക്കായി തരാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു വ്യത്യസ്തമായിട്ടുള്ള 7ാമത്തെ ക്വസ്റ്റ്യന്. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ mean and variance have been calculated as 7 and 11 respectively. Do you think that this information is correct? അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മീനിന് ഇവിടെ 7 കൊടുത്തിട്ടുണ്ട്, വേരിയൻസ് എന്ന് പറയുന്നത് 11 ആണ്. ഇത് കറക്റ്റ് ആണോ അല്ലയോ നോക്കണം, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
നമ്മൾ കുറച്ച് മുന്നേ ഇക്വേഷൻ എഴുതിയില്ലേ, മീൻ എന്ന് പറയുന്നത് NP ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കേട്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ √NPQ. വേരിയൻസ് എന്ന് പറഞ്ഞാല് NPQ. ഇങ്ങനെയാണ്, റൂട്ട് വേണ്ട. സാധാരണ അങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വേരിയൻസ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മീനിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 7 വേരിയൻസും തന്നിട്ടുണ്ട് 11. അപ്പൊ ഇതിൽ നിന്നും ഇത് കറക്റ്റ് ആണോ അല്ലേന്ന് അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ട് P ഉണ്ട്, എല്ലാത്തിലും Nഉം Pയും Qവും വെച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ Pയും Qനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് അത് 0 to 1 ഉള്ളിലായിരിക്കും അത് വരിക. ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിലൊക്കെ 1/2, 3/1 അങ്ങനെയൊക്കെയല്ലേ വന്നിരുന്നത്, 3/5 അങ്ങനെയൊക്കെയാണ് വരിക. അതായത് ഒന്നെങ്കിൽ 1 വരും, അല്ലെങ്കിൽ 0, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഈ 1/2 പോയിന്റ് വന്നിട്ടുള്ള സംഖ്യകളാണ് വരിക. ഓക്കെ, അപ്പോ അത് ഒരു തിയറിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ PQ എന്ന് പറയുന്നത് 0 to 1 ഇടയിലായിരിക്കും വരിക. അപ്പൊ ഇതിന് മുന്നുള്ള എല്ലാ ക്വസ്റ്റ്യനിലും P എന്ന് പറഞ്ഞാൽ 1/2 വന്നിരുന്നു, അതേപോലെ 1/3 വന്നിരുന്നു, 2/3 വന്നിരുന്നു. ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പോയിന്റുമല്ലേ ആൻസർ വരിക, 0.6, 0.7 അങ്ങനെ വരിക. അപ്പോൾ Pയും Qവും എപ്പോഴും എന്തായിരിക്കും, 0 to 1 ഇടയിലുള്ള സംഖ്യ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മീന് 7ഉം വേരിയേഷൻ 11 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. അതായത് ഇത് ചെയ്ത് കണ്ട് Pന്റെ വാല്യൂ നോക്കാം. Pന്റെ വാല്യൂ നോക്കിയിട്ട് P 0 to 1 ഇടയിലാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ മീൻ എന്ന് പറയുന്നത് NP ആണ്, N into P. ഓക്കെ, അപ്പൊ മീൻ അവിടെ ആൻസർ തന്നിട്ടുണ്ട് 7 7 is equal to N into P. ഓക്കെ, അതേപോലെ തന്നെ വേരിയൻസ് ഈക്വൽ ടു, വേരിയൻസ് എന്ന് പറയുന്നത് 11 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഈക്വൽ ടു എത്ര വരുന്നത്, NPQ. N into P into Q. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേരിയൻസ് 11, N into P into Q. അതില് N into P പറഞ്ഞാൽ 7 മീന്. അപ്പോൾ ഇത്ര ഇതിന്റെ സംഖ്യ 7 നമുക്കറിയാം. അപ്പൊ 11 ഈക്വൽ ടു 7 into Q. N into P പറഞ്ഞാൽ 7 മീൻ 7 അപ്പോൾ ഇൻറ്റു Q മാത്രമേ കാണുള്ളൂ. അപ്പോൾ Qനെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ, Qനെ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 11 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ Q കിട്ടും. ഓക്കെ, ഈക്വൽ ടു 1.57. 1.57 ആണ് Q. അപ്പോൾ നമ്മളുടെ തിയറി എന്തായിരുന്നു, Pയും Qവും 0 to 1 ഇടയിലാവണം. 1.5 എന്ന് പറയുന്നത് എന്താണ്, 1ലേറെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഇത് കറക്റ്റ് ആയിട്ട് വരില്ല. അതിന്റെ ആൻസർ എന്താണ്, ഒരു കാരണവശാലും മീൻ 7ഉം വേരിയേഷൻ 11ഉം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യന് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് മീൻ ഈസ് 4. മീൻ എന്ന് പറയുന്നത് 4 ആണ്. അതേപോലത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √2 ആണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യന്. അതിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനാണ്, അതായത് ആ ടേബിളൊക്കെ വരച്ചിട്ട് കാണാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മീൻ തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് എത്രയാണ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അപ്പം മീൻ എന്ന് പറയുന്നത് 4 ആണ്.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് √2 ആണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അടിയിൽ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPQ ആണ്. അതിൻ്റെ റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വേരിയൻസ് ആയി. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ വേരിയൻസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ മീൻ എന്ന് പറയുന്നത് N × P ഈക്വൽ ടു 4 ആണ്. അതേപോലെ വേരിയൻസ് എന്ന് പറയുമ്പോൾ N × P × Q, കറക്റ്റ് അല്ലേ? N × P × Q ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ, നേരത്തെ ഈ ക്വസ്റ്റിൽ കണ്ട പോലെ തന്നെ എന്താണ്, N × P എന്ന് പറയുന്നത് 4 ആണ്, × Q ഈക്വൽ ടു 2. അപ്പോൾ Q എന്ന് പറയുന്നത് 2 / 4 എന്ന് പറഞ്ഞാൽ 1/2. സാധാരണ ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതാറ്. അപ്പോൾ 1/2 Q നമുക്ക് കിട്ടി എന്താണ്, 1/2. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുക. Q എന്ന് പറയുന്നത് എന്താണ്, 1/2 ആണ്. അപ്പോൾ തീർച്ചയായും P എന്തായിരിക്കും, രണ്ടിൽ ഒരു ഭാഗം Q ആണെങ്കിൽ ബാക്കി ഒരു ഭാഗം P ആയിരിക്കും, 1/2. അപ്പോൾ Pയും Qവും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് N കിട്ടാനുണ്ട്. എന്നാലേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ N കിട്ടാൻ ഇനി എന്ത് ചെയ്യാൻ നോക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ N നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ N × P അറിയുന്നത് 4 ആണ്. അതിനകത്ത് P നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, 1/2 ആണുള്ളത്. അപ്പോൾ N × 1/2 ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ N ഈക്വൽ ടു 4 × 1/2. സോറി, ഇൻറ്റു അല്ല കൊടുക്കുക, ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കുക വരിക. ഓക്കെ, ഡിവൈഡഡ് ബൈ 1/2. ഓക്കെ, അപ്പോൾ 4ന്റെ പകുതി എന്ന് പറയുന്ന 4 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ഇരട്ടിയായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 8. ഇതിനെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം, 4.5 ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ 8 ആണ് എന്ത്, N എന്ന് പറയുന്നത് 8. അപ്പോൾ നമുക്ക് N-ഉം P-യും Q-വും കിട്ടി. ഇത്രയും സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ റിപ്പീറ്റേഷന് പ്രത്യേകിച്ച് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ വരക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി എന്ത് ചെയ്യുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ വരക്കുക, ലാസ്റ്റ് പ്രോബബിലിറ്റി 1 കിട്ടും. ഓക്കെ.